ചില നഴ്സുമാർ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന പ്രതികരണങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു. അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ഡോക്ടർമാരടക്കം ഈ സ്ഥാപനങ്ങളടക്കം അത് പറയും നഴ്സുമാരുടെ കുറ്റമാണെന്ന്. ഞങ്ങൾ എന്താ ഇങ്ങനെ ചെണ്ടകളാണോ, ശമ്പളവുമില്ല, ജോലിയും മണിക്കൂറുകളുടെ വ്യത്യാസമൊന്നുമില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ജോലി സമ്മർദ്ദം സഹിക്കണം, അതിൻ്റെ കൂടെ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പ്രതികളാവുകയും വേണം. ഇതൊക്കെ നമ്മൾ ഓർത്തുവെക്കേണ്ട വാക്കുകളാണ് കേട്ടോ. ഇനിയും നമ്മൾ മറ്റുള്ള നഴ്സുമാരുടെ അവസ്ഥകൾ കേൾക്കാൻ തന്നെയാണ് പോകുന്നത്. ഇത് നമുക്ക് മടുക്കുന്ന ഒരു കാര്യമായി ഇതിനെ കാണരുത്. ഇവരുടെ സമരം വർഷങ്ങളായി അവരനുഭവിക്കുന്ന ഈ പറയുന്ന അടിമത്തം, അതിനെതിരെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ടത്. തൃശ്ശൂരിലേക്ക് പോകുന്നു, അടുത്ത ജില്ലയിലേക്ക് സജോ ചേരുന്നു. സജോ പറയൂ, അവർക്കാണ് പറയാനുള്ളത്, നമുക്കല്ല. റോഷ്നി, ഉറപ്പായും അതായത് വിശേഷണ പദങ്ങൾ മാത്രം പോരാ, ചെയ്യുന്ന ജോലിക്ക് അർഹമായ ന്യായമായ വേതനം ലഭിക്കാനുള്ള അർഹതയ്ക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് ഒരർത്ഥത്തിൽ ഗതികേടാണ്. അവരുടെ പ്രൊഫഷണൽ മികവ് അതെല്ലാം അവർ പ്രകടിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷവും ന്യായമായ അർഹതപ്പെട്ട ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരിക എന്നൊരു സാഹചര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 7 വർഷം മുൻപാണ് ഏറ്റവും ഒടുവിൽ ശമ്പള വർധനവ് വലിയ സമരങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമായത്. അതിനുശേഷം നിപ്പ വന്നു, കോവിഡ് വന്നു, അതിനിടെ പല ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടിൽ തന്നെ മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്ത് തുടരാൻ ഈ പ്രൊഫഷണൽ മികവുള്ളവർ ഇവിടെ തന്നെ തുടരാതെ പുറത്തേക്ക് പോകണം എന്ന നിർബന്ധം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തൃശ്ശൂരിലെ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള നഴ്സുമാരാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. അവരുടെ പ്രതികരണം തന്നെയാണല്ലോ പ്രധാനം. അതായത് ചേട്ടാ, 7 വർഷം മുമ്പാണ് ഒടുവിൽ അല്ലേ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കും മെച്ചപ്പെട്ട സാലറിയിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എക്സ്പീരിയൻസ് ബേസ്ഡ് ചെയ്തിട്ടില്ല നമ്മുടെ സാലറി എല്ലാം അവർ നോക്കുന്നത്. ഇപ്പം നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫ്രഷറായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് തൊട്ടാണ് അവരുടെ സാലറി സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് അവർ ഇയർലി ഇൻക്രിമെൻ്റ് എന്നാണ് പറയണേ. ഇപ്പം നമ്മൾ ഇയർലി ഇൻക്രിമെൻ്റ് ചോദിക്കുമ്പോൾ അവർ പറയണത് ശമ്പള പരിഷ്കരണം വരട്ടെ, എന്നിട്ട് നിങ്ങളുടെ സാലറി കൂട്ടാം. അതായത് ഇയർലി നമുക്ക് തരേണ്ട 1000 രൂപ വരെ നമ്മളിപ്പോൾ 5 കൊല്ലമായിട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന അതേ സാലറി തന്നെയാണ് ഇന്നും നമുക്ക് കിട്ടുന്നത്. ചോദിക്കുമ്പോൾ പറയുന്നത് ശമ്പള പരിഷ്കരണം വരട്ടെ എന്നാണ്. അടിസ്ഥാന വേതന വർധന വന്ന നിലയ്ക്ക് ഒരു 40,000 രൂപയെങ്കിലും പ്രതീക്ഷിക്കും. എത്ര കാലമായിട്ട് ചേട്ടനെങ്കിൽ വർക്ക് ചെയ്യുന്നു? ഞാനൊരു 15 കൊല്ലമായിട്ട്, 15 കൊല്ലത്തിന് മേലായിട്ട് ഞാൻ നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ അതിൻ്റെ ഇടയിലൊരു 8 കൊല്ലത്തിലും മേലെ ഞാൻ ഗൾഫിൽ പോയായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിൽ തന്നെയാണ്. കാര്യം ഒരു ക്രൈസിസ് വന്നാൽ, നമ്മുടെ ലൈഫിൽ ഒരു ക്രൈസിസ് വന്നാൽ അതിനെ നേരിടാനുള്ള നീക്കിയിരിപ്പ് നമ്മുടെ കയ്യിലില്ല. അവിടെയാണ് പ്രശ്നം. നാട്ടിൽ നിന്നാൽ ആ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളൊരു സാഹചര്യമാണ് ആളുകൾ എങ്ങനെ പുറത്തേക്ക് പോകാൻ. അതെ, നമുക്ക് നാട്ടിൽ നമ്മുടെ നാട് എന്ന് പറയുന്ന ആ ഒരു വികാരം നമുക്ക് ഒരിക്കലും പുറത്തു പോകുമ്പോൾ കിട്ടില്ല. അവിടെ നമ്മളൊരു വിദേശി അല്ലെങ്കിൽ ഒരു പരദേശിയായിട്ട് നമ്മളവിടെ പോണത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മൾ അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു വില ഒരിക്കലും വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ കിട്ടില്ല. അതെനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ ഉത്സവങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ബന്ധുക്കളുടെ റിലേറ്റീവ്സിൻ്റെ ആ പരിപാടികളെല്ലാം ഇവിടെ തുടരണം എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ തലമുറ ഇവിടെ തന്നെ തുടരണം. പക്ഷെ തുടരാനുള്ള സാഹചര്യം ഉണ്ടാവണം. സാഹചര്യം ഇല്ല. അതാണ് ശമ്പളം തന്നെയാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ ജീവിത ചെലവുകൾ അല്ലേ, 7 വർഷം മുമ്പ് ശമ്പളം കൂട്ടിയ സമയം മുതൽ ജീവിത ചെലവുകൾ മുതൽ അങ്ങോട്ടേക്ക് മുഴുവൻ മാറി, അതിനനുസരിച്ച് മാറുന്നില്ല എന്നതാണ്. അതാണോ സമരത്തിന് നിർബന്ധിതരാക്കുന്നത്? അതെ, തീർച്ചയായും. കാരണം നമ്മുടെ ഒരു കേരളത്തിൽ ഇന്നൊരു 1000 രൂപ പോലും വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മൾ വേറെ ആരുടെയും ജോലികളെ നമ്മൾ കുറച്ച് കാണല്ല. നമ്മളൊരു വരുമാനം മിനിമം 1000 എങ്കിലും അല്ല, 1000 കിട്ടാതെ നമ്മൾക്ക് പറ്റില്ല. നമ്മൾക്ക് അതുപോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ ഒരു 1333 രൂപയാണ് ഒരു ദിവസക്കൂലി ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത്. ഞങ്ങളും സമരത്തിന് നിർബന്ധിതരായിട്ടാണ് ഇറങ്ങുന്നത്. കാരണം എന്താ, ഞങ്ങൾക്ക് മക്കളുണ്ട്, പബ്ലിക് എക്സാം നടക്കുന്നു, 100 കൂട്ടം ടെൻഷൻ്റെ ഇടയിലാണ് നാളെ നമ്മൾ ഈ സമരത്തിന് പോണേ. 5-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ ബോർഡ് എക്സാമുകളും കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെയും ഫാമിലിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നിർബന്ധിതമാക്കിയിട്ടാണ്. അല്ലാതെ നമ്മൾ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാർ സമരത്തിന് വെറുതെ നടന്ന് തമാശ ചെയ്യുന്ന പോലെ ചെയ്യല്ല. ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും കുട്ടികളെ പഠിപ്പിക്കാനും ഇന്ന് കേരളത്തിൽ ഫീസുകൾ അറിയാലോ. ഈ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും മിനിമം വരും. ഫീസിനത്തിൽ പുസ്തകങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും. ഈ പറയുന്ന മാനേജ്മെന്റ് നടക്കുന്ന കോളേജുകളിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരേ മാർക്ക് വാങ്ങിക്കണമെന്നില്ല. അവർക്ക് ആ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ഡൊണേഷൻ പോലും ഒരു 10 ലക്ഷം ചോദിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. എന്തോരം ശ്രദ്ധയും കരുതലും ക്ഷമയും അല്ലെ, പ്രൊഫഷണൽ മികവൊക്കെ ആവശ്യമുള്ള ഒരു ജോലിയാണ്.
തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെങ്കിൽ കൂടി നമ്മളത് രോഗികളെ ബാധിക്കാതെയോ ഇത്രയും സാലറി കുറവായിട്ട് ജീവിക്കുകയാണെങ്കിൽ കൂടിയും രോഗികളെയോ ബൈസ്റ്റാൻഡേഴ്സിനെയോ ആരും വിഷമിക്കാനോ ഇനി ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിന് ഒരുപാട് ചിന്തകളുണ്ട്. പക്ഷെ അതൊന്നും സർക്കാരും ആരും തന്നെ അത് വകവെക്കുന്നില്ല. നമ്മളൊരു 21-ാം തീയതി തൃശ്ശൂർ ഇത്രയും വലിയൊരു പരിപാടി നടത്തി. 21-ാം തീയതി നടത്തിയപ്പോൾ ഒരു ആശുപത്രിയിലും ഒരു പ്രശ്നങ്ങളും നടന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അത് ഞങ്ങൾ നിർബന്ധിതരാക്കിയതാണ്. കാരണം നിങ്ങൾക്കറിയാലോ, എല്ലാത്തിനും ഇതുപോലെ വില കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. മാലാഖ എന്നുള്ളൊരു പേര് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിച്ചാൽ മതി. അതുമാത്രമാണ് ഞങ്ങളുടെ ഒരു ആവശ്യം മെയിനായിട്ട്. 21-ാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. എന്നാൽ ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, എല്ലാ മാനേജ്മെൻറ്റും പറയണത് സർക്കാർ അനുവദിക്കട്ടെ, ഞങ്ങൾ തരാം, സർക്കാർ പറയട്ടെ, ഞങ്ങൾ തരാം. ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. സർക്കാരാണ് ഇപ്പോൾ ഞങ്ങളോട് ഇത്രയും വലിയ അവഗണന കാണിക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇങ്ങനെ പറയുമോ, എന്താ പറയുക, സർക്കാർ പറയട്ടെ, സർക്കാർ പറയാത്ത കാരണം ഞങ്ങൾക്ക് തരേണ്ടതില്ലല്ലോ, അങ്ങനെയാണ് അവർ പറയുന്നത്. ശരിക്കും ഇതാണ് അവസ്ഥ. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിൽ സർക്കാർ എന്ത് ചെയ്യാനാ, ഇത് സ്വകാര്യ സ്ഥാപനങ്ങളല്ലേ നോക്കേണ്ടത് എന്നുള്ളത്. നോക്കൂ, ഒരു മിനിമം വേതനം അത് കൃത്യമായി ഇന്നതായിരിക്കണമെന്ന് പറയേണ്ടത് ആരാണ്? സർക്കാരാണ്. അത് നിയമപരമായി അതിന്റെ സാധുതകളിലൂടെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതാണ് ഈ നഴ്സുമാരടക്കം ഉന്നയിക്കുന്നത്. ശമ്പളം അതെത്രയാണ് മിനിമം എന്ന് നിശ്ചയിക്കണം, സർക്കാർ നിശ്ചയിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സ്വകാര്യ കമ്പനികൾക്കും ഇതുപോലുള്ള ആശുപത്രികൾക്കും ഒക്കെ പേടിക്കാം. അതേ ശമ്പളം നൽകേണ്ടി വരും. അത് കൃത്യമായി ഉള്ള ഒരു കാര്യമായി ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെന്താണ്, ഇതിങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം, ഇവർക്ക് ചെറിയ ശമ്പളം കൊടുത്താൽ മതി, മണിക്കൂറുകളോളം പണിയെടുപ്പിക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് സജോയാണ് ഒരുപാട് നഴ്സുമാരുടെ വിഷമങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനിയുമുണ്ട്. നമ്മൾ പോകുന്നത് മിനിമം വേതനം പോലും ലഭിക്കാതെയാണ് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അർഹമായ വേതനം ഉറപ്പാക്കണമെന്ന് പല ഘട്ടങ്ങളിൽ പല പ്രാവശ്യം ആവശ്യം ഉയർത്തിയിട്ടുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും ജോലി സമയത്തിന് പുറമേയും ജോലി എടുത്തിട്ടും മിനിമം വേതനം ലഭിക്കാത്തത് അനീതിയാണെന്ന് ഇതാ ഇവർ ആവർത്തിച്ചു പറയുകയാണ്. കണ്ണൂരിലേക്ക്